കൗൺസിലർ കൂടി ചേരുകയാണ്. ഈ പഴയ കെട്ടിടമാണ് എന്നുള്ളതാണ് തുടർച്ചയായി ഇവർ പറയുന്നത്. അതോടൊപ്പം തന്നെ പുതിയ കെട്ടിടം ഉൾപ്പെടെ അല്ലെങ്കിൽ പുതിയ കട ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കൗൺസിൽ അറിഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ? ഇല്ല, തീർത്തും ഇത് പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടമാണ് എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇത് പഴയ പാസ്പോർട്ട് ഓഫീസാണ്. ഈ പാസ്പോർട്ട് ഓഫീസ് ഇവിടെ നിന്ന് മാറ്റുകയും ഈ ബിൽഡിംഗ് എത്രയും പെട്ടെന്ന് പൊളിക്കണം എന്നുള്ളത് 2 വർഷം മുന്നേ തീരുമാനമായ കാര്യമാണ്. അതിനിടയിൽ ഇങ്ങനെ ഒരു പെർമിറ്റ് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ അടുത്ത ദിവസം ഇപ്പം ഞങ്ങളുടെ കൗൺസിൽ വന്നതിന് ശേഷം ഇതിനൊരു പെർമിറ്റ് അനുമതി നൽകിയിട്ടില്ല. ഇതിന്റെ ഇടയിലൂടെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഇപ്പോഴത്തെ ഭരണസമിതിയിലുള്ള ആളുകളുടെയോ എന്തെങ്കിലും ഇടപെടലുകളോ ഇത് പെർമിറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ ഇതിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ടിട്ടോ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. അടുത്ത കൗൺസിൽ തീരുമാനിച്ചിട്ടുണ്ട്. ആ കൗൺസിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം എന്നുള്ള രൂപത്തിൽ തന്നെ ഞങ്ങൾ ഈ വിഷയം ഉയർത്തും. ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോർപ്പറേഷൻ തന്നെ നോട്ടീസ് നൽകുന്നു. പക്ഷെ പിന്നീട് ഈ കഴിഞ്ഞ മാസം പോലും അവരിൽ നിന്നും വാടക വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ ബിൽഡിങ്ങിന്റെ കാര്യം മാത്രമല്ല, ഈ നഗരത്തിനകത്ത് അങ്ങനെ പൊളിക്കാൻ മാറ്റി നിർത്തിയ ഒരു പറ്റം കെട്ടിടങ്ങളുണ്ട്. ആ കെട്ടിടങ്ങൾ ഇപ്പോഴും കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പുതിയ പുതിയ ബിൽഡിങ്ങുകൾ അവിടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്ഥലമാണ്. ഇത് കോഴിക്കോട് ബീച്ചിനടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. വല്യങ്ങാടിയോട് യോജിച്ച് കിടക്കുന്ന സ്ഥലമാണ്. നിരന്തരമായിട്ട് ആളുകൾ പാസ് ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ബദാമര ഉൾപ്പെടെ ഇത് കാണുമ്പോൾ ആൾക്കാർക്കൊന്ന് ഇതിനടിയിൽ വന്ന് ഇരിക്കാനൊക്കെ തോന്നും ഈ വെയിലിൽ. അപ്പം ഇങ്ങനെ വന്നിരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അപകടപ്പെടുകയും മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിച്ച് അത് അടിയന്തരമായിട്ട് തന്നെ ഒന്ന് ഗവൺമെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയിലേക്ക് എത്തേണ്ടത്. ആ രൂപത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാവും. നിലവിൽ പരിക്കേറ്റവരുടെ ഒരു സ്ഥിതി എങ്ങനെയാണ്? അങ്ങനെ എന്തെങ്കിലും ഇപ്പം 2 പേരായിരുന്നു മരിച്ചിരുന്നത് എന്നാണ് അറിയുന്നത്. ഇപ്പം അത് 3 പേരായി എന്ന് അറിയുന്നു. 3 പേര് എന്നാണ് അറിയുന്നത്. ബാക്കിയുള്ള ആളുകൾ നമുക്കത് കംപ്ലീറ്റ്ലി അവർ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നോട്ടെ, അതിനുശേഷം പറയുന്നതാണ് നല്ലത്. എന്നാൽ ഇവിടെ ഈ ഷോപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഈ വണ്ടിയിലെ ഡ്രൈവർ ഉൾപ്പെടെ അതിലുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കുറച്ച് പ്രയാസമാണ് എന്നാണ് മനസ്സിലാവുന്നത്. നോക്കാം.